ഹായ് ഓൾ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമ്മുടെ ഹൈ മാസ് സ്റ്റാർസിനെ പറ്റിയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മിഡ് മാസ് സ്റ്റാർസിന്റെ ലൈഫ് സൈക്കിൾ വരെ പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മുടെ ലോ മാസ് സ്റ്റാറും മിഡ് മാസ് സ്റ്റാറും കുറെ രീതിയിൽ എന്ത് ചെയ്യുന്നതാണ്, സാമ്യം കാണിക്കുന്നവയാണ്. ദെൻ ഇനി അടുത്ത് പഠിക്കേണ്ട ഏതാണ്, ഹൈ മാസ് സ്റ്റാർസിനെ പറ്റിയിട്ടാണ്. അതായത് സോളാർ മാസ് 8 മടങ്ങിലധികം ഭാരം വരുന്ന സ്റ്റാർസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഹൈ മാസ് സ്റ്റാർസ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ഇനഫ് ഗ്രാവിറ്റി ടു ക്രിയേറ്റ് എക്സ്ട്രീം ടെമ്പറേച്ചർ ഇൻ ദയർ കോഴ്സ്. കാരണം അതിന്റെ മാസ് കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ കോറിനുള്ളിൽ എന്താണ് ഹൈ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്, ഹൈ മാസ് സ്റ്റാർസിനുണ്ട്. ഭാരം കൂടുതലാണല്ലോ. ആൻഡ് അലോയിങ് ദം ടു ഫ്യൂസ് എലമെന്റ്സ് ഫാർ ബിയോണ്ട് വാട്ട് എ സ്റ്റാർ ലൈക്ക് അവർ സൺ ക്യാൻ. നമ്മുടെ സണ്ണിനെ പോലെയുള്ള സ്റ്റാറിനേക്കാളും കൂടുതൽ എലമെന്റ്സിനെ ഫ്യൂസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഹൈ മാസ് സ്റ്റാർസിനുണ്ട്. അപ്പോൾ അവ അങ്ങനെ ആ ഒരു ഫ്യൂസിന്റെ വക്കിൽ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഒണിയൻ ഷെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഒണിയൻ ഷെൽ സ്ട്രക്ചർ. ആസ് എ മാസീവ് സ്റ്റാർ ഏജസ് ഇറ്റ് ഡെവലപ്സ് ലെയേഴ്സ് ലൈക്ക് എൻ ഒണിയൻ. അപ്പോൾ ഒരു മാസീവ് സ്റ്റാർ, ഭാരം കൂടിയ ഒരു സ്റ്റാർ ഏജ് ചെയ്യുന്ന സമയത്ത് അതിന് ഒണിയനെ പോലെയുള്ള ലെയേഴ്സ് ഉണ്ടാകുമെന്നാണ്. അതായത് ഈ പല ഷെൽസിലും പല തരത്തിലുള്ള റിയാക്ഷൻ ആണ് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ഒണിയൻ ലൈക്ക് ഷെൽസ് എന്ന് പറയാൻ കാരണം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് സ്റ്റാർട്ട്സ് ബൈ ഫ്യൂസിങ് ഹൈഡ്രജൻ. ആദ്യം അത് ഹൈഡ്രജനെ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആക്കുന്നു, ദെൻ ഹീലിയം ടു കാർബൺ, then to neon, then to oxygen, and finally to silicon. Each new stage requires a higher temperature to overcome the electrical repulsion between the nuclei. അപ്പോൾ ഈ ഓരോ ഫ്യൂഷനും ആവശ്യം ഒരേ ടെമ്പറേച്ചർ അല്ല, കൂടുതൽ ഹയർ ടെമ്പറേച്ചേഴ്സ് വേണ്ടി വരും. കാരണം എന്നാലേ ന്യൂക്ലിയസിനിടയ്ക്കുള്ള ഹയർ മോളിക്യൂൾസ് വരുന്ന സമയത്ത് അതിന്റെ ആ റിപ്പൽഷൻ ഓവർകം ചെയ്ത് ഫ്യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമായി വരും. ഈ ഹെവിയർ എലമെന്റ്സ് എല്ലായ്പ്പോഴും സെന്ററിലായിരിക്കും കാണുന്നത്, ലൈറ്റർ എലമെന്റ്സ് പുറത്തുള്ള ഷെൽസിലായിരിക്കും ഫ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം, സിലിക്കൺ ആണ് ഉള്ളിൽ വരുന്നത്. കുറച്ചുകൂടെ മറ്റേ ആൾക്കാരൊക്കെ പുറത്ത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവയുടെയൊക്കെ എക്സിസ്റ്റൻസ് ആണ്. ഇവിടെ പുറത്ത് ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ് ലെയറിൽ ടെമ്പറേച്ചർ കൂടുതലാണ്, അവിടെ വരുമ്പോഴത്തേക്കും ഹീലിയം ഉണ്ടാവുകയാണ്. നെക്സ്റ്റ് ലെയർ ആകുമ്പോഴത്തേക്കും ഹീലിയം ഫ്യൂസ് ചെയ്ത് കാർബൺ ആവുകയാണ്. നെക്സ്റ്റ് അത് നിയോൺ, ദെൻ ഓക്സിജൻ, ദെൻ സിലിക്കൺ ആയിട്ട് മാറുകയാണ്. ദ സിലിക്കോൺ ബേണിംഗ് പ്രൊഡ്യൂസസ് എ കോർ കമ്പോസ്ഡ് മോസ്റ്റ്ലി ഓഫ് അയൺ ആൻഡ് നിക്കൽ. അപ്പൊ സിലിക്കൺ ബേൺ ചെയ്തിട്ട് അതിന്റെ കോറിനെ എന്താക്കി മാറ്റും, കൂടുതൽ അയണും നിക്കലും ആക്കി മാറ്റും. ഈ അയൺ എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. കാരണം ഈ അയൺ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ ഒരു പരിപാടിയല്ല. എനി ഫർദർ റിയാക്ഷൻസ് ടു ബിൽഡ് അപ്പ് ഹെവിയർ ന്യൂക്ലിയർ ആർ എൻഡോതെർമിക്. ഓക്കെ, ദേ വുഡ് അബ്സോർബ് എനർജി റാദർ ദാൻ പ്രൊവൈഡ് ഇറ്റ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാണ്, സോ ദിസ് ഇസ് വെയർ ന്യൂക്ലിയർ ഫ്യൂഷൻ ഹാസ് ടു സ്റ്റോപ്പ്. അതായത് അയണും അതിന്റെ ക്ലോസസ്റ്റ് നൈബേഴ്സിന്റെ ആറ്റോമിക് ടേബിൾ എന്ന് പറയുന്നവയൊക്കെ എന്താണ്, നമ്മുടെ ആറ്റോമിക് ടേബിൾ എടുക്കില്ല, നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുക്കുന്ന സമയത്ത് അയോണും അതിനടുത്ത് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി അതിനുശേഷമുള്ള എന്ത് ഫർദർ റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യണമെങ്കിലും ആ റിയാക്ഷൻ എന്തായിരിക്കും, എൻഡോതെർമിക് ആയിരിക്കും. അതായത് എനർജി പുറത്തേക്ക് വിടുന്നതിന് പകരം എനർജി ഉള്ളിലോട്ടായിരിക്കും എടുക്കുന്നത്. അപ്പം ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതായത് അയൺ എത്തുമ്പോൾ, അയൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ബൈൻഡിങ് എനർജി ഒക്കെ കൂടിയ ആളാണ്. അപ്പൊ അയൺ എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഫ്യൂഷൻ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യാണ്. ദ സ്റ്റാർ ഇസ് ദെൻ സെഡ് ടു ഹാവ് ആൻ അയൺ കോർ. This core is surrounded by shells in which the lighter elements are still burning, giving an interior like that shown in the figure. അപ്പോൾ പുറമെ എന്തുണ്ട്, ലൈറ്റർ ആയിട്ടുള്ള എലമെന്റ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്റീരിയറിൽ അത് എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു അയൺ. ദ അയൺ ഡെഡ് എൻഡ്. അപ്പോൾ അയൺ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡെഡ് എൻഡ് ആണ്. എന്താണ്, ദ റിയാക്ഷൻ ഇസ് ഗെറ്റിംഗ് സ്റ്റോപ്ഡ് there. The final stage of fusion produces iron. This is a critical turning point in a star's life. ഏത് സ്റ്റാറിന്റെ, ഹൈ മാസ് സ്റ്റാറിന്റെ. നമ്മുടെ ബൈൻഡിങ് എനർജി കർവിൽ നമുക്ക് മനസ്സിലാക്കാം, അയൺ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. Then endothermic reactions. Fusing iron does not release energy, it will consume it. അതായത് അയൺ കഴിഞ്ഞിട്ട് പിന്നെ ഹയർ ന്യൂക്ലിയസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ what will happen, അത് എനർജി എന്ത് ചെയ്യുന്നതല്ല, റിലീസ് അല്ല ചെയ്യുന്നത്, പകരം എനർജിയെ കൺസ്യൂം ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിതൗട്ട് ദി ഔട്ട്വേർഡ് പ്രഷർ ഫ്രം ഫ്യൂഷൻ എനർജി ദി സ്റ്റാർ ക്യാൻ നോ ലോങ്ങർ സപ്പോർട്ട് ഇറ്റ്സ് ഓൺ മാസീവ് വെയിറ്റ് അഗൈൻസ്റ്റ് ഗ്രാവിറ്റി. അതായത് ഫ്യൂഷൻ എനർജി കാരണമുള്ള ഔട്ട്വേർഡ് പ്രഷർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സ്വന്തം ഭാരത്താൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റി അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നോ ലോങ്ങർ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പം ഈ അയൺ ഫോർമേഷൻ എത്തിക്കഴിഞ്ഞാൽ അതൊരു ഡെഡ് എൻഡ് ആണെന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഹൈ മാസ് സ്റ്റാർസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ കോർ എന്ത് ചെയ്യും, കൊളാപ്സ് ചെയ്യും. എങ്ങനെയാണ് കോർ കൊളാപ്സ് ചെയ്യുന്നത്, നമ്മുടെ ഈ അയൺ കോർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറിന്റെ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്യാണ്, ഇനി ഫ്യൂവൽ ഒന്നും ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂവലിന് ഇനി മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ എന്ത് പറ്റും, ദ തിങ്സ് ഹാപ്പൻ ഇൻക്രെഡിബിളി ഫാസ്റ്റ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ ഡിസിൻറ്റഗ്രേഷൻ ആണ്.
അതായത് കോർ ബിക്കം സോ ഹോട്ട് ദാറ്റ് ദ ഹൈ എനർജി ഫോട്ടോൺസ് ലിറ്ററലി ബ്രേക്ക് ദ അയൺ ന്യൂക്ലിയൈ അപ്പാർട്ട് ഇൻടു ഹീലിയം, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അതായത് ഹൈ എനർജി ഫോട്ടോൺസിന്റെ സഹായത്തോടുകൂടി നമ്മുടെ ആ കോറിൽ ഫോം ചെയ്ത അയണിന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, അത് ഹീലിയവും ന്യൂട്രോൺ ആയിട്ട് മാറും, ഹീലിയവും ന്യൂട്രോണുമായിട്ട് മാറും. ദിസ് പ്രോസസ് സക്സ് ഈവൻ മോർ എനർജി ഔട്ട് ഓഫ് ദ കോർ. അപ്പൊ ഈ ഒരു റിയാക്ഷനും കൂടെ നടന്നു കഴിയുമ്പോൾ അവിടെ അയണിനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോണിന്റെ സഹായത്തോടുകൂടി. ഓക്കെ, അപ്പൊ അത് കൂടുതൽ എനർജി അവിടെ റിലീസ് ചെയ്യിക്കുകയാണ്. ഈ ഹീലിയം എന്ത് ചെയ്യും, വീണ്ടും ഫോട്ടോണുമായി ഇന്ററാക്ട് ചെയ്തിട്ട് അത് പ്രോട്ടോണും ന്യൂട്രോണുമായി മാറുന്നു. ഈ പ്രോട്ടോൺ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലുള്ള എക്സസ് ഓഫ് ഇലക്ട്രോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കൂടുതൽ ന്യൂട്രോണുകളെ ഉണ്ടാക്കും. നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഈ പ്രോട്ടോണുകൾ എന്ത് ചെയ്യും, എക്സസ് ഓഫ് ഇലക്ട്രോൺസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ന്യൂട്രോണുകൾ ഉണ്ടാക്കും. അപ്പൊ ആ പ്രോസസ്സിനെയാണ് ന്യൂട്രോണൈസേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും കൂടി ചേർന്നിട്ട് ന്യൂട്രോണുകളും ന്യൂട്രീനോസുമായിട്ട് മാറുന്നു. അപ്പൊ ഈ ന്യൂട്രോൺസ് ഒരുപാട് ഇവിടെ ഫോം ചെയ്യാണ്. ന്യൂട്രിനോസ് വിൽ എസ്കേപ്പ് ദ സ്റ്റാർ ഇൻസ്റ്റന്റ്ലി. അപ്പൊ ഈ ഫോം ചെയ്യുന്ന ന്യൂട്രോണോസ് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഒരുപാട് എനർജി എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ ഫലമായിട്ടൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഈ ഒരു കോർ കൊളാപ്സ് ചെയ്യും. ഫോട്ടോ ഡിസിൻറ്റഗ്രേഷന്റെ ഫലമായിട്ട് കോർ കൊളാപ്സ് ചെയ്യും. The core collapse continues until it reaches the density of an atomic nucleus. അപ്പൊ ഏത് വരെയാണ് ഈ കോർ കൊളാപ്സ് ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണോ ആ ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി ഒരു അറ്റോമിക് ലെവലിലേക്ക് ഇറങ്ങി വരുന്നത് അതുവരെ എന്ത് ചെയ്യും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ ആ കോർ എന്ത് ചെയ്യും, കൊളാപ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനെ നമ്മൾ സൂപ്പർനോവ റീബൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സ്ട്രീം ഡെൻസിറ്റി സ്റ്റേറ്റിൽ, അതായത് അറ്റ് ദിസ് എക്സ്ട്രീം ഡെൻസിറ്റി ന്യൂട്രോൺസ് റെസിസ്റ്റ് ബീങ് സ്ക്യൂസ്ഡ് ഫർദർ. അതായത് ഇവിടെ സെന്ററിലെ ന്യൂട്രോണുകളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ന്യൂട്രോൺസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ട് പകരം എന്ത് ചെയ്യുന്നില്ല, ഒരു കോർ എന്ത് ചെയ്യാണ്, കൊളാപ്സ് ചെയ്യുകയാണ്. ദ കോർ വിൽ സഡൻലി ബിക്കം സ്റ്റിഫ് ആൻഡ് വിൽ ബൗൺസ് ബാക്ക്. അതായത് കോറിന്റെ അകത്ത് എന്ത് സംഭവിക്കാനടാ, കോർ കൂടുതൽ സ്റ്റിഫ് ആവുകയാണ് ന്യൂട്രോണുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും, പുറത്തേക്ക് ബൗൺസ് ചെയ്യും. അതായത് എന്നിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കാന്ന് അറിയില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യും. This rebound will create a massive shock wave that will fly outward, blasting the outer layers of the star into space. അപ്പൊ ഇതിനെയാണ്, ഈ ഒരു സീരീസ് ഇവന്റ്സിനെയാണ് നമ്മൾ ടൈപ്പ് 2 സൂപ്പർനോവ എന്ന് പറയുന്നത്. For a brief moment, a single supernova can shine as brightly as an entire galaxy. ഒരു ഗാലക്സിയുടെ മൊത്തം പ്രകാശം നൽകാൻ ഒരു സിംഗിൾ സൂപ്പർനോവയ്ക്ക് കഴിയുമെന്നാണ്. ഓക്കെ, ഇതെവിടെ നോക്കിയ ഈ ഫിഗറിൽ ഇത് നമ്മുടെ സൂപ്പർനോവ, അതായത് റെഡ് സൂപ്പർ ജയന്റ് ഫോം ചെയ്തതിന് ശേഷം വരുന്ന ആ എക്സ്പ്ലോഡിംഗ് സ്റ്റേറ്റ് ആണ് ഈ സൂപ്പർനോവ എന്ന് പറയുന്നത്. ഈ ഫോട്ടോ ഡിസിൻറ്റഗ്രേഷന്റെ ഫലമായിട്ടും ആ കോർ കൊളാപ്സ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സൂപ്പർനോവ സ്റ്റേറ്റ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഓരോ സ്റ്റേജസും എന്നാണ്. മാസീവ് സ്റ്റാർസിന് ആദ്യം സ്റ്റെല്ലാർ നെബുല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ സ്റ്റാർസിനും എന്താണ്, ദ മാസീവ് സ്റ്റാർസ് ബിഗിൻ ഇൻ giant clouds of dust and gas. However, in these regions, gravity pulls in a much larger amount of matter than it does for low mass stars. അപ്പോൾ ലോ മാസ് സ്റ്റാർസിനെ അപേക്ഷിച്ച് കൂടുതൽ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭാരം കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണല്ലോ അതിന് എന്തെന്ന് പറയുന്നത്, മാസീവ് സ്റ്റാർ എന്ന് പറയുന്നത്. ദെൻ ഈ മാസീവ് സ്റ്റാർ എന്ത് ചെയ്യും, പതിയെ മെയിൻ സീക്വൻസിലേക്ക് കയറും. ന്യൂക്ലിയർ ഫ്യൂഷൻ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ സ്റ്റാർസ് അതായത് എനർജി റേഡിയേറ്റ് ചെയ്യാണ്. അപ്പൊ അത് മെയിൻ സീക്വൻസിലേക്ക് കയറും. അതിന്റെ ഹൈ മാസ് കാരണം, അത് മാത്രമല്ല കോറിന്റെ പ്രഷർ കൂടിയത് കൊണ്ടും എന്ത് ചെയ്യും, അത് കുറച്ച് സമയം മാത്രമേ കമ്പയറിംഗ് ടു അതർ സ്റ്റാർസ് കുറച്ച് സമയം മാത്രമേ മെയിൻ സീക്വൻസിൽ കാണുന്നുള്ളൂ. ഉള്ള സമയം ഇറ്റ് വിൽ അപ്പിയർ മോർ ഹോട്ടർ ആൻഡ് ബ്രൈറ്റർ ദാൻ ദ സൺ. ഇറ്റ് ഫ്യൂസസ് ഹൈഡ്രജൻ ഇൻടു ഹീലിയം റാപ്പിഡ്ലി. പെട്ടെന്ന് എന്ത് ചെയ്യും, ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ്സ് ഹൈഡ്രജൻ ഇൻടു ഹീലിയം. എന്നിട്ട് അത് എന്ത് ഒരു സ്റ്റേറ്റിലേക്ക് മാറും, റെഡ് സൂപ്പർ ജയന്റ് ആവും. ഈ ഹൈഡ്രജൻ എക്സോസ്റ്റഡ് ആവുമ്പോൾ, തീർന്നു പോകുമ്പോൾ ഈ സ്റ്റാർ എക്സ്പാൻഡ് ചെയ്ത് എന്തായി മാറും, റെഡ് സൂപ്പർ ജയന്റ് ആയിട്ട് മാറും. ഓക്കെ, അതായത് നമ്മുടെ യൂണിവേഴ്സില് വോളിയം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർസ് ആയിരിക്കും റെഡ് സൂപ്പർ ജയന്റുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ കോറിൽ എന്ത് സംഭവിക്കുകയാണ്, ഇൻ ദ കോർ ദ സ്റ്റാർ ബിഗിൻസ് എ ഫ്രാന്റിക് റേസ് ടു ഫ്യൂസ് ഹെവിയർ ആൻഡ് ഹെവിയർ എലിമെന്റ്സ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്ത് നടക്കും, നേരത്തെ പറഞ്ഞ പോലെ ഹീലിയം കാർബൺ ആകുന്നു, കാർബൺ നിയോൺ ആവുന്നു, നിയോൺ ഓക്സിജൻ ആകുന്നു, പിന്നെ അത് സിലിക്കൺ ആവുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഭ്രാന്തമായ റേസ് ഇതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ആണ് അത് എന്ത് ചെയ്യുന്നത്, സൂപ്പർനോവ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ദ പ്രോസസ് സ്റ്റോപ്സ് അറ്റ് അയൺ. ഓക്കെ, അതായത് ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് അയണിലെത്തുമ്പോൾ സംഗതി അവിടെ കഴിയുകയാണ്. അയണിനെ ഫ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കൂടുതൽ എനർജി വേണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും,
കോറിനെ പെട്ടെന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് സഡൻലി ലോസസ് ഇറ്റ്സ് ഔട്ട്വേർഡ് പ്രഷർ ആൻഡ് ഗ്രാവിറ്റി വിൻസ് ഇൻസ്റ്റന്റ്ലി. അപ്പൊ എന്ത് ചെയ്യും? സ്റ്റാർ കൊളാപ്സ് ചെയ്യും. നിമിഷ നേരം കൊണ്ട് സ്റ്റാർ കൊളാപ്സ് ചെയ്യും. ആ ഒരു എക്സ്പ്ലോഷനെയാണ് സൂപ്പർ നോവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സൂപ്പർ നോവ എക്സ്പ്ലോഷന്റെ ഫലമായിട്ട് അതിനകത്തുള്ള ഹെവി എലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ഗാലക്സിക്ക് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യും, ചിതറും. ഓക്കെ, the remnant depending on the mass of the remaining core after the explosion. അപ്പൊ എക്സ്പ്ലോഷന് ശേഷം ബാക്കി എന്തുണ്ട് എന്ന അടിസ്ഥാനത്തിൽ, ഓക്കെ, ബാക്കി ഉള്ളതിന് രണ്ട് രീതിയിൽ ഹാപ്പൻ ചെയ്യാം. ബാക്കി എന്താണോ ഉള്ളത്, സൂപ്പർനോവയ്ക്ക് ശേഷം ബാക്കി എന്താണോ ഉള്ളത്, ആ ബാക്കി ഉള്ളതിന്റെ ഭാരം അനുസരിച്ച് ഇറ്റ് ക്യാൻ ഐദർ ബിക്കം എ ന്യൂട്രോൺ സ്റ്റാർ ഓർ ബിക്കം എ ബ്ലാക്ക് ഹോൾ. ഓക്കെ, ഇഫ് ദ റിമൈനിങ് കോർ ഇസ് ബിറ്റ്വീൻ 1.4 and 3 times the mass of the sun. സൂര്യന്റെ ഭാരത്തിന്റെ 1.4 or 3 times ആണെങ്കിൽ ബാക്കിയുള്ള കോറിന്റെ മാസ് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യും? ഇത് ബാക്കിയുള്ളത് കൊളാപ്സ് ചെയ്ത് ഒരു സിറ്റിയുടെ ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സിനൊക്കെ അകത്ത്, ഓക്കെ, ഒരു സിറ്റി സൈസ്, ഒരു സിറ്റിയുടെ വലുപ്പത്തിന്റെ ഉള്ള ഒരു സ്ഫിയർ ആയിട്ട് എന്ത് ചെയ്യാണ്? രൂപാന്തരപ്പെടുകയാണ്. ആൻഡ് ദാറ്റ് സ്ഫിയർ വിൽ ബി സോ ഡെൻസ്, ഭയങ്കര ഡെൻസിറ്റി ആയിരിക്കും. എ ടീസ്പൂൺ ഓഫ് ഇറ്റ്സ് മെറ്റീരിയൽ വുഡ് വെയ് ബില്യൺസ് ഓഫ് ടൺസ്. അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്താൽ പോലും ഇതാണ് ബില്യൺസ് ഓഫ് ടൺസ് വെയ് ചെയ്യുന്ന കാര്യത്തിൽ അത്രത്തോളം ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റാർ ആയിട്ട് അത് പരിണമിക്കും. ആൻഡ് ദാറ്റ് സ്റ്റാർ ഇസ് കോൾഡ് എസ് ന്യൂട്രോൺ സ്റ്റാർ. ഇനി ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്, അപ്പൊ ബാക്കി റിമൈൻസ് സൂപ്പർനോവ എക്സ്പ്ലോഷന് ശേഷം ബാക്കി റിമൈൻ ചെയ്യുന്നതിന് ഏകദേശം സണ്ണിന്റെ 3 times മാസ് ഉണ്ടെങ്കിൽ, ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? നോട്ട് ഈവൻ ദ ഡെൻസിറ്റി ഓഫ് ന്യൂട്രോൺസ് ക്യാൻ സ്റ്റോപ്പ് ദ കൊളാപ്സ്. അതായത് ഭാരം കൂടിയ ന്യൂട്രോണുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ കൊളാപ്സിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യും? അവിടെ കൊളാപ്സ് കാര്യമായിട്ട് നടക്കും. അവസാനം എന്ത് ചെയ്യും? ഉള്ള മാസ് എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ഒരു പോയിന്റിലേക്ക് ചുരുങ്ങും. ഓക്കെ, ഒരു പോയിന്റ്, the core will vanish into a singularity, a point of infinite density where not even light can escape. അതായത് ഒരു ചെറിയൊരു പോയിന്റിൽ ഭയങ്കരമായിട്ടുള്ള മാസ് കോൺസെൻട്രേറ്റ് ചെയ്താൽ എന്ത് പറ്റും? ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഡെൻസിറ്റി കൂടിയ ബ്ലാക്ക് ഹോളുകളായിട്ട് പരിണമിക്കും. ബ്ലാക്ക് ഹോളിനകത്ത് ഈവൻ ദ ലൈറ്റ് കനോട്ട് എസ്കേപ്പ് എന്നാണ് പറയുന്നത്. അതിനുള്ളിൽ പോകുന്ന ലൈറ്റിന് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ബ്ലാക്ക് ഹോൾ ആയിട്ട് എന്ത് ചെയ്യും? ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് കമ്പാരിസൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ലോ, മിഡ് ആൻഡ് ഹൈ മാസ് സ്റ്റാർസിന്. ഓക്കെ, ഇപ്പൊ ലോ മാസ് സ്റ്റാർസിനാണെങ്കിൽ ഹൈഡ്രജൻ ഹീലിയം ആകുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. മിഡ് മാസ് സ്റ്റാർസ് ആകുമ്പോഴത്തേക്കും ഹൈഡ്രജൻ ഹീലിയം ആവുന്നുണ്ട്, പിന്നെ അവിടെ CNO സൈക്കിൾ കൂടെ ഉണ്ട്. ഹൈ മാസ് സ്റ്റാർസ് ആകുമ്പോൾ ഹൈഡ്രജൻ ഹീലിയം ആവുന്നുണ്ട്, പിന്നെ ഹീലിയം നമ്മുടെ നേരത്തെ പറഞ്ഞ നിയോണും സിലിക്കോണും ഒക്കെ ആയിട്ട് അവസാനം അയൺ വരെ ആയി മാറുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഫ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നത്. ഇനി ഹീലിയം ഫ്ലാഷ് എന്ന് പറയുന്നത് ലോ മാസ് സ്റ്റാർസിനും ഇല്ല, ഹൈ മാസ് സ്റ്റാർസിനും ഇല്ല. ഈ മിഡ് മാസ് സ്റ്റാർസില്, ഓക്കെ, അതിലും ഈ സണ്ണിന്റെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹീലിയം ഫ്ലാഷ് ഉള്ളത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന റെഡ് ജയന്റ് ഫേസിലാണ്. ഇനി ഇതിനകത്തുള്ള ഗ്യാസസിന്റെ ആ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ്? ഫുള്ളി കൺവെക്റ്റീവ് ആണ് ലോ മാസ് സ്റ്റാർസ് ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണല്ലോ അവർ വളരെ എഫിഷ്യന്റ് ആയിട്ടും സ്ലോ ആയിട്ടും ബേൺ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മിഡ് മാസ് സ്റ്റാർസിലാണെങ്കിൽ ആ കൺവെക്ഷൻ, ആ ഗ്യാസസിന്റെ ആ ഒരു ട്രാവൽ എവിടെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ? ഔട്ടർ ലെയേഴ്സിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ ഹൈ മാസ് സ്റ്റാർസിൽ അത് കൂടുതലായി സംഭവിക്കുന്നത് കോർ റീജിയനിലായിരിക്കും. ഓക്കെ, അപ്പോൾ യൂണിഫോം മിക്സിങ് അല്ലെങ്കിൽ ഒരു ഫുള്ളി കൺവെക്റ്റീവ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ നാൾ എന്ത് ചെയ്യും? ഹി വിൽ എക്സിസ്റ്റ്. ഇനി നമ്മുടെ ലോ മാസ് സ്റ്റാർസിന്റെ മെയിൻ സീക്വൻസിൽ അതിന് ഒരുപാട് കാലഘട്ടം ലീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ്? അത് വളരെ സമയമെടുത്ത് എഫിഷ്യന്റ് ആയിട്ടാണ് അതിന്റെ ഫ്യൂവലിനെ ബേൺ ചെയ്യുന്നത്. മിഡ് മാസ് സ്റ്റാർസിനാണെങ്കിൽ മെയിൻ സീക്വൻസ് ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും, ഒരു മോഡറേറ്റ് ആയിരിക്കും. ഹൈ മാസ് സ്റ്റാർസിനാണെങ്കിലോ അത് വളരെ കുറവായിരിക്കും. ഇനി ഡെപ്ത് പ്രോസസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ലോ മാസ് സ്റ്റാർസ് ആദ്യം വൈറ്റ് ഡ്വാർഫ് ആവുകയും ഫൈനലി ഇറ്റ് വിൽ ബിക്കം ബ്ലാക്ക് ഡ്വാർഫ്. നമ്മുടെ മിഡ് മാസ് സ്റ്റാർസ് ആണെങ്കിൽ എന്ത് ചെയ്യും? പ്ലാനറ്ററി നെബുല ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നശിക്കുന്നത്. ഓക്കെ, ഫൈനലി അത് വൈറ്റ് ഡ്വാർഫ് ആവും. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലാക്ക് ഡ്വാർഫിലേക്ക് എൻഡപ്പ് ചെയ്യും. അതിനെപ്പറ്റി ഇവിടെ എഴുതിയിട്ടില്ല, ജസ്റ്റ് വൈറ്റ് ഡ്വാർഫിൽ നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്താലും മതി. ഇനി ഹൈ മാസ് സ്റ്റാർസ് നശിക്കുന്നത് അതില്ലെങ്കിൽ അതിന്റെ ഡെത്ത് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ നോവ ആകുന്നത് വഴിയാണ്. ആ എക്സ്പ്ലോഷൻ നടക്കൂലേ, അതിനാണ് സൂപ്പർ നോവ എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഇറ്റ് വിൽ ഫൈനലി ബിക്കം ഐദർ എ ന്യൂട്രോൺ സ്റ്റാർ ഓർ എ ബ്ലാക്ക് ഹോൾ. ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഹൈ മാസ് സ്റ്റാർസ് കൺവേർട്ടഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലോ, മിഡ് ആൻഡ് ഹൈ മാസ് സ്റ്റാർസിന്റെ എന്ന് പറയുന്നത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇതൊന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ടേബിൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫിഗർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജയന്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ക്ലൗഡ് ആണ്. ഓക്കെ, അത് പിന്നെ പ്രോട്ടോസ്റ്റാർ ആയിട്ട് മാറുകയാണെങ്കിൽ പ്രോട്ടോസ്റ്റാർ ആയിട്ട് മാറുന്നു. പിന്നെ അതിന്റെ ആ ഒരു ഫേസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചത് എങ്ങനെയാണ്? പ്രോട്ടോസ്റ്റാർ ആയിട്ട് മാറുകയാണെങ്കിൽ അതെന്ത് ചെയ്യും?
പതിയെ റെഡ് ജയന്റ് ആയിട്ട് മാറുന്നു. ദെൻ ഇറ്റ് വിൽ ബിക്കം എ പ്ലാനറ്ററി നെബുല. പിന്നെ വൈറ്റ് ഡ്വാർഫും ഫൈനലി ബ്ലാക്ക് ഡ്വാർഫും ആയിട്ട് മാറുന്നു. ഇനി ഭാരം കൂടിയ ആൾക്കാരാണെങ്കിലോ ഹൈ മാസ് സ്റ്റാർസ് ആണെങ്കിലോ ഇറ്റ് വിൽ ബിക്കം റെഡ് സൂപ്പർ ജയന്റ്. പിന്നെ സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ ഫലമായിട്ട് ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്ലാനറ്ററി നെബുലയും സൂപ്പർനോവയുമാണ് അതിന്റെ ഡെത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റെമനൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വൈറ്റ് ഡോർഫോ ബ്ലാക്ക് ഡോർഫോ എഴുതാം കേട്ടോ. ഇവിടെ ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എഴുതാം. ഓക്കെ, സൂപ്പർനോവ എക്സ്പ്ലോഷനും അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ്.